പന്തക്കുസ്താ പന്തക്കുസ്താ വരവായി പുതു പന്തക്കുസ്താ 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 നൽകണമേ പുതു പന്തക്കുസ്താ സ്വർഗം തുറന്നിടണമേ ആത്മനെ അയച്ചിടണമേ സ്വർഗം തുറന്നിടണമേ ആത്മനെ അയച്ചിടണമേ ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ ആത്മാവേ റൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ ആത്മാവേ റൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കുസ്തായ്ക്ക് വേണ്ടിയുള്ള ഈ ഒരുക്ക ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരുപക്ഷേ ഈ 2020 പെന്തക്കുസ്ത വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പെന്തക്കുസ്ത തിരുനാളായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതിനുവേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളിലേക്കും ഈ നിമിഷം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യെശയ്യായുടെ പുസ്തകത്തിൽ 41 അധ്യായത്തിൻ്റെ 17, 18 തിരുവചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. ദൈവത്തിൻ്റെ വചനം അവിടെ ഇങ്ങനെ നമുക്ക് ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ്. ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ ഉത്തരമരുളും. ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. വീണ്ടും വചനം പറയുകയാണ്, പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവകളും ഞാൻ ഉണ്ടാക്കും, മരുഭൂമിയെ ജലാശയമാക്കും. പ്രിയപ്പെട്ടവരെ, വീണ്ടും വചനം പറയുന്നു, വരണ്ട പ്രദേശത്തെ നീരുറവയാക്കും. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വരണ്ടുണങ്ങിയ മരുഭൂമിയാക്കപ്പെട്ട ദാഹജലത്തിനു വേണ്ടി വലിയ കൊടിയ ദാഹവുമായിട്ട് നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയമായ ഏതൊരു മനുഷ്യൻ്റെയും ആവശ്യത്തിലേക്ക്, ആഗ്രഹത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമെന്ന് കർത്താവിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തൽ നൽകുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, വലിയ വിശ്വാസത്തോടെ നമുക്ക് ഈ ഒരുക്ക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എവിടെയെല്ലാം ആയിരിക്കുന്നുവോ പ്രിയപ്പെട്ട മക്കളെ, മറ്റെല്ലാ ചിന്തകളും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് TV-യുടെയോ കമ്പ്യൂട്ടറിൻ്റെയോ മൊബൈലിൻ്റെയോ മുൻപിലിരുന്ന് ഏറ്റവും ശ്രദ്ധയോടുകൂടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ഒരു കുടുംബം പോലെ, ഒരു കൂട്ടായ്മ പോലെ കൈകോർത്തുകൊണ്ട് ഹൃദയങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദാഹിക്കുന്നവരുടെ ദാഹം തീർക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് നൽകുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം ഇന്ന് ഈ മണിക്കൂറിൽ നമ്മിൽ സംഭവിക്കാൻ, പൂർത്തീകരിക്കാൻ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ആകുലതകളും ഉത്കണ്ഠകളും അസ്വസ്ഥതകളും നമ്മെ ഭാരപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന, ഒരുപക്ഷെ എന്ത് ചെയ്യണമെന്നറിയാത്ത ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഉഴലുന്ന നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം കരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം, കണ്ണുകൾ അടയ്ക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിവിധ കൂദാശകളിലൂടെ നമ്മിൽ നിറഞ്ഞ ആത്മാവിൻ്റെ ഒരു ജ്വലനം, വീണ്ടും ആത്മാവ് നമ്മിൽ ആളിക്കത്തിപ്പടരാൻ, ജ്വലിക്കാൻ, കത്തി നമ്മിൽ ജ്വലിക്കാൻ
പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷം ആഗ്രഹത്തോടെ സ്വരമുയർത്തി അധരം തുറന്ന് ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, പറന്നിറങ്ങണമേ, സ്വർഗം തുറന്ന് ഇറങ്ങി വരണമേ. ഈ കൂട്ടായ്മയിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക്, കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനങ്ങളിലേക്കും ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ദാഹിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ജീവജലമായി ഒഴുകിയിറങ്ങട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പറന്നിറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടി ആരാധിച്ച് ആത്മാവിനെ വലിയ സ്നേഹത്തോടെ ദാഹിച്ച് പാടി കരങ്ങളടിച്ച് നമുക്ക് ഈ സമയം മഹത്വപ്പെടുത്താം. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തിടും ദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. അഗ്നിയാൽ അഭിഷേകം ചെയ്തിടും ദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ചേർന്ന് പാടാം. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും തീരുമാനങ്ങളിലെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തന മേഖലകളിലെ, ഞങ്ങളുടെ ജീവിത വ്യാപാരങ്ങളിലെ, ഞങ്ങളുടെ ബന്ധങ്ങളിലെ എല്ലാം വന്ന് നിറയണമേ. ആത്മാവേ, അതീന്ദ്രിയമായ അത്ഭുതകരമായ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ ആത്മാവേ, പറന്നിറങ്ങണമേ, സ്വർഗം തുറന്ന് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതി യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതി യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതി യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതി യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. പാടാം. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള ദൈവമേ, ജീവൻ പ്രദാനം ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവേ, ചിറകടിച്ച് പറന്നിറങ്ങി വരണമേ. ഈ കൂട്ടായ്മയിലേക്ക് സ്വർഗം തുറന്നിറങ്ങി വരണമേ. യോർദാനിൽ ഇറങ്ങിയതുപോലെ ഇറങ്ങണമേ. പെന്തക്കോസ്തായിൽ ഇറങ്ങിയതുപോലെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാ ദാഹിക്കുന്ന
ദൈവ മക്കളെ ഇപ്പോൾ സ്പർശിക്കട്ടെ. രോഗപീഠകളിൽ വേദനിക്കുന്ന എല്ലാ മക്കളിലേക്കും ആത്മാവിന്റെ രോഗശാന്തി സംഭവിക്കട്ടെ. വിവിധങ്ങളായ വേദനകളും ഞെരുക്കങ്ങളും ദുഃഖങ്ങളും ആകുലതകളുമായി കഴിയുന്ന സകല മക്കളെയും ആത്മാവിന്റെ സ്പർശനം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ, സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു, ശക്തിയായി വെളിപ്പെടുന്നു. പാടാം. സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു, ശക്തിയായി വെളിപ്പെടുന്നു. ഒരിക്കൽ കൂടെ. സകല ജഡത്തിന്മേൽ യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു, ശക്തിയായി വെളിപ്പെടുന്നു. പാടാം. സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു, ശക്തിയായി വെളിപ്പെടുന്നു. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. പാടാം. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. എല്ലാവരും ചേർന്ന്. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തിടും ദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. പാടാം. അഗ്നിയാൽ അഭിഷേകം ചെയ്തിടും ദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. പാടാം. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ. അധരങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഹൃദയങ്ങളെ ഭരിക്കട്ടെ, ഏറ്റെടുക്കട്ടെ. ആത്മാവിന്റെ ശക്തമായ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതീന്ദ്രിയമായ അത്ഭുതകരമായ അനിതര സാധാരണമായ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. എല്ലാ സമർപ്പിതരെയും പ്രത്യേകം സമർപ്പിക്കുന്നു, എല്ലാ വൈദികരെയും സമർപ്പിക്കുന്നു, സഭയുടെ മേലധ്യക്ഷന്മാരെ എല്ലാം സമർപ്പിക്കുന്നു, സഭാ സംവിധാനങ്ങളെ മുഴുവൻ സമർപ്പിക്കുന്നു. ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരെല്ലാം പണിപ്പെടുന്നുവോ, പലവിധത്തിലും അതിനുവേണ്ടി അധ്വാനിക്കുന്നുവോ, ആ ജീവിതങ്ങളെ എല്ലാം ആത്മാവ് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ രാജ്യങ്ങൾ വിറയ്ക്കട്ടെ, യേശുവിൻ നാമത്തിൽ ദാസന്മാർ പുറപ്പെടട്ടെ, ദാസന്മാർ പുറപ്പെടട്ടെ. പാടാം. രാജ്യങ്ങൾ വിറയ്ക്കട്ടെ, യേശുവിൻ നാമത്തിൽ ദാസന്മാർ പുറപ്പെടട്ടെ, ദാസന്മാർ പുറപ്പെടട്ടെ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ചേർന്ന് പാടാം. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തിടും ദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. പാടാം. അഗ്നിയാൽ അഭിഷേകം ചെയ്തിടും ദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ,
ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. പാടാം. ആത്മാവിൽ ആരാധന, അഗ്നിയാൽ അഭിഷേകമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവേ, സ്വർഗത്തിന്റെ അഭിഷേക കാറ്റ് വീശണമേ, വീശണമേ, വീശണമേ. ഒരു പുതിയ പെന്തക്കോസ്ത, ഒരു പുതിയ പെന്തക്കോസ്ത, ഒരു പുതിയ പെന്തക്കോസ്ത സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. സഭയിലുടനീളം സംഭവിക്കട്ടെ. ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ തകർത്തെറിയുവാൻ, നിർവീര്യമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ. കാറ്റായി, മഴയായി, വരങ്ങളായി, ഫലങ്ങളായി, ദാനങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ വന്ന് നിറയണമേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ആവരണം ചെയ്യണമേ, പൊതിയണമേ. ഓ പരിശുദ്ധാത്മാവേ, ആത്മാവേ സഹായകനേ, മഴയായി കാറ്റായി വീശണമേ. We welcome you, Holy Spirit. ആത്മാവേ സഹായകനേ, മഴയായി കാറ്റായി വീശണമേ. ആത്മാവേ സഹായകനേ, മഴയായി കാറ്റായി വീശണമേ. വരങ്ങളായി, ഫലങ്ങളായി, ദാനങ്ങളായി നീ നിറയണമേ. വരങ്ങളായി, ഫലങ്ങളായി, ദാനങ്ങളായി നീ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, കവിയണമേ, ഒഴുകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ അമ്മേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കുന്നു. അമ്മ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിലും തുടർന്നുള്ള ഒരുക്കത്തിൻ്റെ ദിനങ്ങളിലെല്ലാം കൂടെ ഉണ്ടായിരിക്കണമേ. കരഞ്ഞ് കരഞ്ഞ് ജീവിതം കൈമോശം വന്നുപോയി എന്ന് ചിന്തിക്കുന്ന, നിരാശയിൽ ആണ്ടുപോയി പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് വേദനിച്ച് വിഷമിക്കുന്ന ഓരോ മക്കളുടെ അരികിലേക്കും അമ്മ മാതാവേ കടന്നു ചെന്ന് കാനായിൽ ഇടപെട്ടതുപോലെ അമ്മ പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ചേർന്ന് പ്രാർത്ഥിക്കാം.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ അർഹരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അനേകം മക്കളെ പരിശുദ്ധാത്മാവായ ദൈവം ഈ സമയം തന്നെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുന്നു. ആത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം എല്ലാ മക്കളിലും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെ ആഴമായ ചിന്ത നമുക്ക് നൽകുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ നൽകുന്ന വിചിന്തനങ്ങൾ അന്ത്യത്താഴത്തോട് അനുബന്ധമായിട്ടാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. അങ്ങനെ അന്ത്യത്താഴത്തോടനുബന്ധമായും പിന്നീട് നാം കാണുക, ഉത്ഥാനത്തിന് ശേഷം ശിഷ്യസമൂഹത്തോട് ഒരു കൽപ്പന പോലെ തന്നെ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 49-ൽ നാം വായിക്കുന്നുണ്ട്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഉന്നതത്തിൽ നിന്ന് ശക്തി, അത് പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ റൂഹായാണ്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതുവരെ ഒന്നിച്ച് താമസിക്കാനായിട്ട്, പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുകയാണ്. കുറേ കൂടെ നമുക്ക് കൃത്യമായി ഈശോ കൽപ്പിക്കുന്നു എന്ന് പറയുന്ന വാക്കുകൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അവിടെയും ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർ ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ ഈശോ അവരോട് കൽപ്പിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഈശോ അവരോട് കൽപ്പിച്ചു. ഉത്ഥാനശേഷം സ്വർഗാരോഹണത്തോടനുബന്ധമായി ഈശോ ശിഷ്യസമൂഹത്തോട് കൽപ്പിച്ചു. എന്താണ് കൽപ്പിച്ചത്? പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ വചനം തന്നെ ഇതാ അപ്പസ്തോലന്മാരോട് പോലും കൃത്യമായിട്ട് അവരെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ജെറൂസലേം വിട്ടുപോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക, പാർത്തിരിക്കുക, ഒരുങ്ങിയിരിക്കുക വളരെയേറെ പ്രാധാന്യത്തോടു കൂടെ തന്നെ ഈ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പാർത്തിരിക്കുന്ന, കാത്തിരിക്കുന്ന ഈ 2020 കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ അവിടെ ഈശോ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 16-17 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇവിടെ വചനം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുന്നത്. വീണ്ടും 14-ാം അധ്യായത്തിൻ്റെ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വചനത്തിൽ അവിടെ നാം ഇപ്രകാരം കാണുകയാണ്, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയ
കൃപയെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കും. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും, ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഈശോ പറയുകയാണ്, അന്ത്യത്താഴത്തോടനുബന്ധിച്ച് ശിഷ്യർക്ക് നൽകുന്ന സുദീർഘമായ പ്രബോധനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കൃത്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് ഈ സഹായകൻ കൂടെ ആയിരിക്കും. രണ്ടാമതായിട്ട് ഈ സഹായകൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. വീണ്ടും മൂന്നാമതായിട്ട് അവിടെ പറഞ്ഞു വയ്ക്കുകയാണ്, യേശു പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസ്മരിപ്പിക്കും, ഓർമ്മിപ്പിക്കും. വീണ്ടും പ്രിയപ്പെട്ടവരെ, 15-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ്. 15-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ, ഞാൻ പിതാവിൻ്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയ കൃപയാണ് സാക്ഷ്യം നൽകാനുള്ള കൃപ. സാക്ഷ്യം നൽകാൻ, യേശുവിന് സാക്ഷ്യം നൽകാനുള്ള കൃപ നമുക്ക് നൽകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈ പ്രബോധനത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 16-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ്. 16-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. 8-ാമത്തെ വാക്യം, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. വചനം കൃത്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. 3 കാര്യങ്ങൾ: പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്ന് കർത്താവിൻ്റെ വചനം പറഞ്ഞു വയ്ക്കുകയാണ്. ബോധ്യങ്ങൾ നൽകുന്നത്, പാപത്തെക്കുറിച്ചുള്ള ബോധ്യം, നീതിയെക്കുറിച്ചുള്ള ബോധ്യം, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം കാണുകയാണ്, ഈ സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. ആത്മാവിൻ്റെ ഈ സവിശേഷതകളെല്ലാം നമുക്ക് പിന്നീട് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകമായിട്ട് നാം ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അവഗാഹത്തോടു കൂടെ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങളിലെ, ബോധ്യപ്പെടുത്തുന്ന 3 കാര്യങ്ങളിലെ ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കാനായിട്ട്, അവധാനപൂർവ്വം ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇപ്രകാരം പറയുകയാണ്, അവൻ വന്ന് പാപത്തെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് ഈ കാലഘട്ടത്തിൽ, ഇത് വളരെയേറെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. പാപത്തെക്കുറിച്ച് ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പാപത്തെക്കുറിച്ചുള്ള അവബോധം, ഇത് പാപമാണ്, ഇത് തിന്മയാണ്, ഇത് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ് എന്നുള്ള ബോധ്യത്തെക്കുറിച്ച് കൃത്യമായ അറിവ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. ഈശോ തന്നെ അതിന് വിശദീകരണമായിട്ട് 9-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്, അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും. അപ്പോൾ പാപം എന്ന് പറയുന്നത് വിശ്വാസമില്ലായ്മയാണ്. പാപത്തെ ഈശോ തന്നെ വ്യാഖ്യാനിക്കുക വിശ്വാസമില്ലായ്മയായിട്ടാണ്. അവർക്ക് എന്നിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസമില്ലായ്മ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? യേശുവിൻ്റെ ദൗത്യത്തെക്കുറിച്ച് വിശ്വാസമില്ലായ്മയാണ്. യേശുവിൻ്റെ ദൗത്യത്തെ പരിത്യജിക്കലാണ്. യേശുവിൻ്റെ ദൗത്യത്തെ തിരസ്കരിക്കലാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നാം പരിശോധിക്കുമ്പോൾ ഈ തിരസ്കരണം എന്ന് പറയുമ്പോൾ എന്താണ്? തിരസ്കരണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, യേശുവിനെ ക്രൂശിക്കാനായിട്ട് വിട്ടുകൊടുത്ത് തിരസ്കരിച്ചു എന്നുള്ളതാണ്.
യേശുവിനെ ക്രൂശിക്കാനായിട്ട് വിട്ടുകൊടുത്ത് കുരിശുമരണത്തിന് വിട്ടുകൊടുത്തു എന്നുള്ള തിരസ്കരണമാണ് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാം പരിശോധിച്ച് സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പാപമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസമില്ലായ്മയാണ്, ക്രിസ്തുവിനെ തന്നെ പരിത്യജിക്കലാണ്, ദൈവത്തെ തന്നെ ഉപേക്ഷിക്കലാണ് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് സമൃദ്ധമായിട്ട് കടന്നു വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ പാപബോധമുണ്ടാവുക. എവിടെയാണ്, എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും പാപം നമ്മിൽ കടന്നുകൂടുന്നത് എന്ന്, ഏതെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ പാപമായി മാറുന്നത് എന്ന്. വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: തിന്മയെ തിന്മയായി തിരിച്ചറിയാനും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനും മനുഷ്യന് കഴിയുന്നത് അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. തിന്മയെ തിന്മയായി തിരിച്ചറിയാനും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനും ഒരു വ്യക്തിക്ക് കഴിയുന്നത് അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, അഗസ്തീനോസ് പറഞ്ഞു വയ്ക്കുകയാണ്, താൻ ചെയ്ത തിന്മ തനിക്ക് തന്നെ അനിഷ്ടമായി എന്ന് ഒരുവന് തോന്നുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. ആത്മാവിൻ്റെ വെളിച്ചമാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത പ്രവൃത്തി അത് തനിക്ക് തന്നെ ദോഷകരമായി തീർന്നു, അനിഷ്ടമായി തീർന്നു, അത് തനിക്ക് തന്നെ നാശമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വരുന്നത് എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഈ ചിന്തകളോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇതാ ആരെക്കുറിച്ചാണോ ഈശോ അന്ത്യത്താഴ സമയത്ത് പറഞ്ഞു വെച്ചത്, ആ പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണമായ പരിവേഷം ഇതാ പെന്തക്കുസ്തായിൽ സംഭവിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യ സമൂഹത്തിൻ്റെ മേൽ അഗ്നിനാവായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. 2-ാം അധ്യായത്തിൽ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നാം ഓരോരുത്തരും കാണേണ്ടതും പരിശോധിക്കേണ്ടതും. പ്രിയപ്പെട്ടവരെ, ആത്മാവ് നിറഞ്ഞ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ ഇതാ ആദ്യത്തെ പ്രസംഗം സംഭവിക്കുകയാണ്. ആദ്യത്തെ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നത് സംഭവിക്കുകയാണ്. എന്തെല്ലാമാണോ നേരത്തെ അന്ത്യത്താഴ സമയത്ത് ഈശോ ശിഷ്യ സമൂഹത്തോട് സഹായകനായ പരിശുദ്ധാത്മാവ് വന്ന് വെളിപ്പെടുത്തുക, ബോധ്യപ്പെടുത്തുക, പഠിപ്പിക്കുക, അതിനായിട്ട് നമ്മെ ഒരുക്കുക എന്നെല്ലാം സൂചിപ്പിച്ചുവോ, അതെല്ലാം ഇവിടെ പൂർത്തീകരിക്കും വിധം ഇതാ ഈ പെന്തക്കുസ്തായ്ക്ക് ശേഷം സംഭവിക്കുകയാണ്. പത്രോസ് ബാക്കി 11 അപ്പസ്തോലന്മാരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ഇതാ പ്രസംഗിക്കുകയാണ്. പത്രോസിൻ്റെ പ്രസംഗം ഇതാ ജെറൂസലേം ദേവാലയത്തിൽ തിരുനാളിൽ തടിച്ചുകൂടിയിരുന്ന അനേകം മക്കൾ കേൾക്കുന്നു. കേൾക്കുന്നതെല്ലാം അവരവരുടെ ഭാഷയിൽ കേൾക്കുകയാണ്. അവരവരുടെ ഭാഷയിൽ കേൾക്കുകയാണ്. ദേശദേശാന്തരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ നിന്നൊക്കെ കടന്നു വന്ന ദൈവജനം മുഴുവൻ അവരവരുടെ ഭാഷയിൽ കേൾക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? 2-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ ഇതാ നാം വായിക്കുകയാണ്, ഇത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അപ്പസ്തോലനായ പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ. കാരണം പത്രോസ്ലീഹ കൃത്യമായിട്ട് ഇപ്രകാരം പറഞ്ഞു വെച്ചു. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 22 മുതലുള്ള വചനം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകും. ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്കുകൾ കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചുകൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുപാർശ്വത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിൻ്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജനം ചെയ്ത പാപത്തെ ഇതാ പ്രസംഗത്തിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ
പരിശുദ്ധാത്മാവ് ജനത്തിന് മാനസാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് പാപബോധം നൽകി. ഇതാ ജനം അപ്പസ്തോലന്മാരുടെ അരികിൽ വന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഹൃദയം നുറുങ്ങി അവർ പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആത്മാവിനെ സ്വീകരിക്കുന്ന, ആത്മാവിൽ വചനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ജീവിതത്തിലെ സംഭവം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, മാനസാന്തരമാണ്, പാപബോധമാണ്. തങ്ങളുടെ ഇന്നലത്തെ ജീവിതത്തെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുകയാണ്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വെക്കുകയാണ്, ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്ക് വലിയൊരു വെളിപ്പെടുത്തലാണ് നൽകുന്നത്. പെന്തക്കുസ്തായ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മിൽ ഓരോരുത്തരിലും ഈ ആത്മാവിൻ്റെ പുതുജനനം സംഭവിക്കണമെങ്കിൽ, പരിശുദ്ധാത്മ സ്നാനം നമ്മിൽ പൂർണ്ണമാകണമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നാം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന്. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ്ലീഹ അദ്ദേഹം റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ് എന്ന്. പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ് എന്ന്. വിശുദ്ധിയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മിൽ കടന്നു വരുമ്പോഴാണ് നമ്മിലെ അശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത്. ഈ അവബോധമാണ് പാപത്തെ ഉപേക്ഷിക്കാനായിട്ട് നമ്മെ പ്രാപ്തരാക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറഞ്ഞത്, പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശിക്കുമ്പോൾ ഇതാ നാം പാപത്തെ ഉപേക്ഷിക്കാനായിട്ട്, നമുക്ക് അനിഷ്ടകരമായിരുന്നതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് നാം തയ്യാറാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ ത്വരിതപ്പെടുന്നതോടുകൂടെ പരിപൂർണമായിട്ടും പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. കാരണം ആത്മാവ് എപ്പോഴും നമ്മെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. ആത്മാവ് എപ്പോഴും നമ്മെ പൗത്രീകരിച്ചു കൊണ്ടിരിക്കും. ആത്മാവ് എപ്പോഴും നമ്മെ ദൈവീകരിച്ചു കൊണ്ടിരിക്കും. ഈ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ ത്വരിതപ്പെടുന്നതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപക്കറകളെല്ലാം, പാപത്തിൻ്റെ ചായ്വുകളെല്ലാം, പാപത്തിൻ്റെതായ എല്ലാ സ്വാധീനങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായിട്ട് വിട്ടുപോകുന്നു. പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഒരു വ്യക്തിയിൽ കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ധ്യാന കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ ധ്യാന ശുശ്രൂഷകളിലും വചന ശുശ്രൂഷകളിലൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, അനേകം മക്കൾ ഹൃദയം നുറുങ്ങി കരഞ്ഞ് അനുതാപത്തോടുകൂടെ ഇതാ കുമ്പസാര വേദിയിലേക്ക് കടന്നു ചെല്ലുന്നു. ഒരുപക്ഷെ ഈ ആത്മാവിൻ്റെ പ്രവർത്തനം വെറുതെ ഒരു കുമ്പസാരമായിട്ടല്ല അവിടെ മാറുന്നത്. അത് ജീവിതത്തെ തന്നെ പരിവർത്തന വിധേയമാക്കുന്ന, ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന, ഒരു പുത്തൻ വ്യക്തിയാക്കി മാറ്റുന്ന ഒരു ചിന്താധാരയിലേക്ക്, ഒരു ജീവിത ശൈലിയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മെ മാറ്റുകയാണ്. ഈ പരിശുദ്ധാത്മ സ്നാനം നമ്മിൽ സംഭവിക്കാൻ പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വലിയൊരു കൂദാശയാണല്ലോ അനുരഞ്ജന കൂദാശ. ഒരുപക്ഷെ ദേവാലയത്തിലെ ബലിപീഠം കഴിഞ്ഞാൽ, ബലിയർപ്പിക്കുന്ന ബലിപീഠം കഴിഞ്ഞാൽ ഏറ്റവും പൂജ്യമായ, ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു വേദിയാണ് കുമ്പസാരക്കൂട്. കാരണം അവിടെ അനേകം വ്യക്തികളുടെ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും എല്ലാം ആത്മാവിൻ്റെ വലിയ ശക്തിയാലെ ഇതാ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനായിട്ട്, തുടച്ചു നീക്കാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ചെയ്ത തെറ്റിനോട് ഉള്ളിൽ അറപ്പ് തോന്നുന്ന നിമിഷത്തിൽ തന്നെ പാപിയുടെ നുറുങ്ങിയ മനസ്സ് പാപത്തെ വെറുക്കുന്ന ദൈവത്തിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയവുമായി ഐക്യത്തിലെത്തിക്കഴിഞ്ഞു എന്ന്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റിനോട് ഉള്ളിൽ അറപ്പ് തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന, ഇഷ്ടക്കേട് തോന്നുന്ന ആ നിമിഷാർദ്ധത്തിൽ തന്നെ പാപിയുടെ നുറുങ്ങിയ മനസ്സ്, വേദനിക്കുന്ന മനസ്സ്,
താൻ ചെയ്തു പോയല്ലോ എന്നുള്ള ആ നൊമ്പരപ്പെടുന്ന മനസ്സും ദൈവത്തിൻ്റെ മനസ്സുമായിട്ട് ഇതാ ഒരു വലിയ ഐക്യത്തിലേക്ക് കടന്നു വരുന്നുവെന്ന്. അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുകയാണ്, കുമ്പസാരക്കൂടിൻ്റെ അകത്തിരുന്ന് കുമ്പസാരിപ്പിക്കുന്ന വൈദികനിൽ മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ നിറസാന്നിധ്യമുണ്ടാകുന്നത്, കുമ്പസാരിക്കാൻ കുമ്പസാരക്കൂടിനപ്പുറത്ത് മുട്ടുകുത്തി നിൽക്കുന്ന ആ കുമ്പസാരക്കാരിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട് എന്ന്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യമാണ് പാപത്തെ ഉപേക്ഷിക്കാനായിട്ട് ഒരു വ്യക്തിയെ പ്രാപ്തമാക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ കുമ്പസാര വേദിയിലേക്ക് നമ്മെ നയിക്കുന്നതും ഈ ആത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യമാണ്. ആത്മാവ് നമ്മിൽ നിറയുമ്പോൾ ഒരുപക്ഷെ സാഹചര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണ തീരുമാനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ടാകാം. മാസത്തിലൊരിക്കൽ, ആഴ്ചയിലൊരിക്കൽ, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ, അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ടാകാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ ത്വരിതപ്പെടുമ്പോൾ ഈ നാം തീരുമാനിച്ചു വെച്ചതിലും കൂടുതലായിട്ട് ഒരുപക്ഷെ അടുത്തടുത്ത് ഒരു പാപം പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ സാധിക്കാത്ത വിധം അതിനെ എത്രയും വേഗം ഒഴിവാക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നു വരാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് ഈ പത്രോസ്ലീഹായിലൂടെ സംഭവിക്കുന്ന, പത്രോസ്ലീഹായിലൂടെയും അപ്പസ്തോലന്മാരിലൂടെയും ഒക്കെ ഈ ആത്മാവിൻ്റെ ഇടപെടലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 10-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും മറ്റ് പല അധ്യായങ്ങളിലൊക്കെ നാം കാണുന്നുണ്ട്, എവിടെയെല്ലാം ഈ യേശു ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ച് പ്രസംഗിക്കപ്പെടുന്നുവോ ഇത് കേൾക്കുന്ന മനുഷ്യരിലെല്ലാം അനുതാപം നിറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനത്താലാണ് തങ്ങൾ പാപം ചെയ്തല്ലോ എന്നുള്ള ബോധ്യമുണ്ടാവുകയും ആ ബോധ്യം അവരെ പശ്ചാത്താപത്തിലേക്ക്, അനുതാപത്തിലേക്ക്, പാപസങ്കീർത്തനത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കാനായിട്ട് കാരണമാവുകയും ചെയ്യുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പാപ സാഹചര്യങ്ങളെ, പാപ വഴികളെ, പാപ മേഖലകളെ എല്ലാം നമുക്ക് മാറ്റിവെക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഹൃദയത്തെ മലിനതയിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന് പൂർണ്ണമായിട്ടും നാം വിച്ഛേദിക്കുന്നതോടുകൂടെ ഈ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ ത്വരിതപ്പെടാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ ത്വരിതപ്പെടാൻ തുടങ്ങും തോറും ദൈവവുമായുള്ള ഒരു ആഴമായ ബന്ധത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്ന, നമ്മെ തന്നെ ആ കൂട്ടായ്മയിലേക്ക് ചേർത്ത് നിർത്തുന്ന അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പെന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. പാപബോധം അത് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന വലിയ കൃപയാണ്. ഈ കൃപ നാം സ്വന്തമാക്കുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് വിശുദ്ധീകരിക്കാനും ജീവിതത്തെ തന്നെ നമുക്ക് ദൈവീകരിക്കാനും സാധിക്കുന്നു എന്ന് വിശുദ്ധാത്മാക്കൾ തങ്ങളുടെ ജീവിതത്തിലൂടെയെല്ലാം പറഞ്ഞു വയ്ക്കുന്നു. മരുഭൂമിയിലെ പിതാക്കന്മാർ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ടെത്തുന്നതാണ് ഒരുപക്ഷെ മരിച്ച ഒരു മനുഷ്യനെ ഉയർപ്പിക്കുന്നതിനേക്കാളും വലിയ അത്ഭുതമെന്ന് മരുഭൂമിയിലെ പിതാക്കന്മാർ പറഞ്ഞു വയ്ക്കുന്നു. ഒരു വ്യക്തി തൻ്റെ തന്നെ കുറവുകളെ, പോരായ്മകളെ, വീഴ്ചകളെ, തെറ്റുകുറ്റങ്ങളെ കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ മരിച്ച ഒരു വ്യക്തിയെ ഉയർപ്പിക്കുന്നതിനേക്കാളും വലിയ അത്ഭുതമെന്ന്. പ്രിയപ്പെട്ടവരെ, എത്രയോ മനുഷ്യർ ഈ നാളുകളിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ, പോരായ്മകളെ വചന ശുശ്രൂഷയിലൂടെ തിരിച്ചറിഞ്ഞ് പഴയതെല്ലാം ഉപേക്ഷിച്ച്, പഴയതെല്ലാം വേണ്ടെന്ന് വെച്ച് ഇതാ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇവിടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ദൈവസന്നിധിയിലെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഇനിയുള്ള ഈ ചെറിയ സമയം നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിലെ ആത്മാവിൻ്റെ വലിയ ഇടപെടലിനായിട്ട്, അനുതാപത്തിനായിട്ട്, പശ്ചാത്താപത്തിനായിട്ട് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധാത്മാവ് നൽകുന്ന
വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ പാപബോധം. പാപബോധം നമ്മെ കുറ്റബോധത്തിലേക്കല്ല നയിക്കേണ്ടത്, അത് നിത്യരക്ഷയിലേക്ക് നയിക്കുന്നതാണ്. അത് ദൈവത്തോട് പങ്കാളിയാക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നതാണ്. ആകയാൽ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും സംഭവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള കുറവുകളെ, വീഴ്ചകളെ, പാപമേഖലകളെ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. ദിവ്യകാരുണ്യനാഥനെ നമുക്ക് നമ്മുടെ മധ്യത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടെ ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കാം. അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമെൻ ദൈവമെന്നും. ആരാധന, 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 ആരാധന. പാടാം. ആരാധന, 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 ആരാധന. ഓ സ്നേഹമേ ആരാധന, എൻ ജീവനേ ആരാധന. ഓ സ്നേഹമേ ആരാധന, എൻ ജീവനേ ആരാധന. എൻ പ്രാണനേ ആരാധന, എൻ സ്നേഹമേ ആരാധന. എൻ പ്രാണനേ ആരാധന, എൻ ജീവനേ ആരാധന. ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല
കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ആത്മാവേ സ്നേഹമേ ആരാധന, ആരാധന സ്തുതിക്കുന്നു. ഓ സൗഖ്യമേ ആരാധന, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യെശയ്യായുടെ പുസ്തകം 66 അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അനുതാപം, ആത്മാവിൽ എളിമയുണ്ടാവുക. ദൈവ കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അനുതാപം സംഭവിക്കണം. യെശയ്യായുടെ പുസ്തകം തന്നെ 57-ാം അധ്യായം ഇതാ 15-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുൾ ചെയ്യുന്നു: ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ ഒരു പുതിയ മനുഷ്യനായി തീരാൻ നാം ആഗ്രഹിക്കുന്നുവോ, അത്രമാത്രം ആത്മാവിൻ്റെ ശക്തമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ഈ വാഗ്ദാനം ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളിലേക്കും ആത്മാവിന്റെ വലിയ കൃപ നിറയട്ടെ, അനുതാപത്തിന്റെ ശക്തി നിറയട്ടെ. ഹൃദയം നുറങ്ങി പശ്ചാത്തപിക്കാനുള്ള വലിയ വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെ കടാക്ഷിക്കുന്ന ദൈവത്തിന്റെ കടാക്ഷം ഓരോ മക്കളിലും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിറയ്ക്കുക നിൻ അഗ്നിയാൽ, നിറയ്ക്കുക നിൻ സ്നേഹത്താൽ, നിറയ്ക്കുക നിൻ ജീവനായി നിന്നെ ഘോഷിക്കുവാൻ. നിറയ്ക്കുക നിൻ അഗ്നിയാൽ, നിറയ്ക്കുക നിൻ സ്നേഹത്താൽ, നിറയ്ക്കുക നിൻ ജീവനായി നിന്നെ ഘോഷിക്കുവാൻ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല
ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിറയണമേ എന്നിൽ നിറയണമേ, അഗ്നിയായി തീ